സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് SME ഏതൊക്കെ സോഴ്സസിലൂടെയാണ് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ 10 സോഴ്സസ് ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ സോഴ്സ് SME ഓണർ, ഫാമിലി, ഫ്രണ്ട്സ്. SME ഓണർ, ഓക്കെ, ഓണർ തന്നെ എന്ത് ചെയ്യുക, ഫണ്ട് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ്. ഓക്കെ, ഈസിലി ആക്സസിബിൾ ആയിട്ട് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ വളരെ എന്ത് ചെയ്യുക, കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. ഈ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ഫാമിലിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഫണ്ട് ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. വലിയൊരു ലാർജ് ഓർഗനൈസേഷൻ പോലെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യോ, അത് തന്നെയാണ് ഇതിന്റെ ലിമിറ്റേഷൻ വരാം. രണ്ടാമത്തത് ട്രേഡ് ക്രെഡിറ്റ്. സാധാരണ ഒരു ലാർജ് ഓർഗനൈസേഷൻ പോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റ്, കടത്തിന് എന്ത് ചെയ്യുക, ഗുഡ്സ് വാങ്ങാം. കടത്തിന് ഗുഡ്സ് വാങ്ങുക എന്ന് പറയുന്ന ഒരു സോഴ്സ് ആണ്. ഇൻട്രസ്റ്റ് പേ ചെയ്യാത്ത ഒരു സോഴ്സ് ആണത്. ഇൻട്രസ്റ്റ് പോലും കൊടുക്കണ്ട അല്ലെ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഞാനൊരു 500,000 ഗുഡ്സ് വാങ്ങി, എന്നിട്ട് 2 മാസം നമുക്ക് ക്രെഡിറ്റ് പീരീഡ് കിട്ടിയെന്ന് വിചാരിക്കുക. 2 മാസം വരെ നമ്മൾ പേയ്മെന്റ് നടത്തണ്ട അല്ലെ. ആ 2 മാസത്തെ ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ കൊടുക്കണ്ട. 2 മാസം പേയ്മെന്റ്, ശരിക്കും ആ ഗുഡ്സ് നമുക്ക് വാങ്ങി നമ്മൾ ആ ഗുഡ്സ് വിറ്റല്ലോ. എന്നിട്ട് നമ്മൾ ഗുഡ്സിന് 2 മാസം നമുക്ക് പീരീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 2 മാസം കഴിഞ്ഞിട്ടല്ലേ ആ ഗുഡ്സിനുള്ള പേയ്മെന്റ് നടത്തണ്ടു. പേയ്മെന്റ് നടത്തുന്ന സമയത്ത് 500,000 പേയ്മെന്റ് നടത്താം 2 മാസത്തിന് ശേഷം. അല്ലാതെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടല്ലല്ലോ പേയ്മെന്റ് നടത്താം. അങ്ങനെ ആര് തരും? നമ്മള് ഇൻട്രസ്റ്റ് ഇല്ലാതെയുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സ് ആണ് എന്ത്, ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി. However, this is only short term. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ആണ്, ലോങ് ടേം സോഴ്സസ് അല്ല. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വിത്തിൻ എൻ ഇയർ മാത്രം, കുറച്ച് പീരീഡ് മാത്രമാണ് എന്ത് ചെയ്യുക, സപ്ലയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ ലാർജർ കമ്പനി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് SMEക്കുള്ള പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാല് ക്രെഡിറ്റ് പീരീഡ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് SME എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിസ്ക് കൂടിയിട്ടുള്ള വളരെ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അല്ലേ. ഒരു ലാർജ് ഓർഗനൈസേഷന് കിട്ടുന്ന അത്രയും പീരീഡ് ചിലപ്പോൾ ആർക്ക് കിട്ടണമെന്നില്ല, SMEക്ക് കിട്ടണമെന്നില്ല. അതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക്. ഉദ്ദേശിച്ചത് പേയബിൾസ് ആട്ടാ, മനസ്സിലായില്ലേ? ഒരു വർഷത്തിന്റെ ഉള്ളിലല്ലേ അത് വരാം, ഷോർട്ട് ടേം സോഴ്സ് അല്ലേ. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. കാരണം നമുക്ക് ലോങ് ടേമിൽ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഗുഡ്സ് കടത്തിന് വാങ്ങാന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയാം. അത് ഷോർട്ട് ടേം ആണ്. രണ്ടാമത്തെ SME ആയതുകൊണ്ട് കുറച്ചും കൂടി ലിമിറ്റഡ് ആയിട്ടുള്ള പീരീഡ് നമുക്ക് തരുകയും ചെയ്യും. ഒരു ലാർജ് ഓർഗനൈസേഷന് കിട്ടുന്ന അത്രയും ചിലപ്പോൾ സപ്ലയർ എന്ത് ചെയ്യില്ല, പീരീഡ് നമുക്ക് തരണമെന്നില്ല. മൂന്നാമത്തെ ലീസിങ്. ലീസിങ് നമുക്ക് കൺസിഡർ ചെയ്യാം. ലീസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ബൾക്കായിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കുന്നതിന് പകരം റെന്റൽ പേയ്മെന്റ്സ് നടത്തിയാൽ പോരെ, ലീസ് പേയ്മെന്റ് നടത്തിയാൽ പോരെ. അപ്പൊ ഇത് ബെസ്റ്റ് സോഴ്സ് അല്ലേ, പ്രത്യേകിച്ച് SMEക്കൊക്കെ. നാലാമത്തത് ഫാക്ടറിങ് ആൻഡ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. ഫാക്ടറിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫാക്ടർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി, വേറൊരാള്, ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരെന്താ ചെയ്യുന്നത്, നമ്മളുടെ അക്കൗണ്ട് റിസീവബിള് നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അതായത് നമ്മൾ കസ്റ്റമർ തരാനുള്ള അക്കൗണ്ട് റിസീവബിൾ അവർ ഏറ്റെടുക്കും. എന്നിട്ട് അവരായിരിക്കും എന്ത് ചെയ്യുക, അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യുന്നുണ്ടാവും. അതിന് നമുക്കൊരു അഡ്വാൻസ് എമൗണ്ട് തരും. ഈ അക്കൗണ്ട് റിസീവബിൾ അവർ കളക്ട് ചെയ്യാൻ ഏറ്റെടുത്തിട്ട് അവര് നമുക്കൊരു അഡ്വാൻസ് എമൗണ്ട് തരും, ലൈക്ക് ഒരു ലോൺ പോലെ. അപ്പൊ ഫാക്ടറിങ് SMEക്ക് നല്ല ഉപകാരപ്പെടും. കാരണം എന്താ, ഈ SMEക്ക് ഏറ്റവും കൂടുതലുള്ള അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിസീവബിൾസ് ആയിരിക്കും അല്ലെ. ഏറ്റവും ബിഗ്ഗർ ആയിട്ട് കറണ്ട് അസറ്റ് തന്നെ കിടക്കുന്ന ഒരു അസറ്റ് റിസീവബിൾസ് അല്ലേ. റിസീവബിൾസ് കൊളാറ്ററലൈസ് ചെയ്തിട്ടല്ലേ ഫാക്ടറിങ് നമുക്ക് പൈസ തരാൻ പോകുന്നത്. ഫാക്ടറിങ് എന്താണെന്ന് അറിയോ? ഫാക്ടറും കമ്പനി തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് അത് അല്ലെ. ഫാക്ടർ എന്താ ചെയ്യാ, നമ്മൾ കമ്പനിയോട് എന്താ പറയാ, നിങ്ങൾ റിസീവബിൾസ് നമ്മൾ കളക്ട് ചെയ്തോളാം. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എത്ര പീരീഡ് ആണോ എടുക്കുന്നത്, ആ പീരീഡ് ആവുമ്പോൾ എന്ത് ചെയ്യുക, കസ്റ്റമറിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്തോളാം. അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ്ലി അവർ ഏറ്റെടുക്കും. നമുക്ക് എന്ത് വേണ്ട, ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റേ വേണ്ട, എല്ലാം അവരെന്നെ ഏറ്റെടുക്കും. അവരെന്നായിരിക്കും എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് അവരായിരിക്കും ചെയ്യാം. ഇതിനു വേണ്ടിക്ക് മാത്രമായിട്ടുള്ള ഒരു കമ്പനിയാണ് അത്. ഒരുപാട് കമ്പനിക്ക് വേണ്ടിക്ക് അവർ ആ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ആയിരിക്കും ഈ അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ. എന്നിട്ട് അവര് നമുക്ക് എന്താ ഹെൽപ്പ് ചെയ്യുക, അത് കളക്ട് ചെയ്ത് തരും. ദെൻ നമുക്ക് അഡ്വാൻസ് എമൗണ്ട് തരും. ആ അഡ്വാൻസ് എമൗണ്ടിന് അവർ ഇൻട്രസ്റ്റ് നമ്മളെടുത്ത് ഈടാക്കോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ SMEക്ക് ഫാക്ടറിങ്ങിന്റെ ഇൻട്രസ്റ്റ് ഭയങ്കര കത്തിയാ. ഫാക്ടർ വാങ്ങുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഒക്കെ പോലെ, ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് ടൈമിലി പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ ലോണിനേക്കാൾ വലിയ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടവരാ, ശരിയല്ല? അതേപോലെ ഫാക്ടറി നമ്മുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് കൊളാറ്ററലൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, റിസീവബിൾസ് കൊളാറ്ററലൈസ് ചെയ്തിട്ട് റിസീവബിൾസ് ആണ് അവർ കളക്ട് ചെയ്യുക. അപ്പൊ അതിന് നമുക്കൊരു അഡ്വാൻസ് സ്റ്റാർട്ടിങ് തന്നെ തരുന്നില്ലേ. ആ അഡ്വാൻസിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് ചാർജ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ SMEയെ സംബന്ധിച്ചിടത്തോളം SMEക്ക് പുറമേ നിന്ന് ലോൺ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബാങ്ക് ലോണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫാക്ടറിങ് അവർക്ക് ഉപകാരപ്പെടും.
രണ്ടാമത്തത് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിങ് പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ ഫാക്ടറിന് പകരം ഇൻവോയ്സ് ഡിസ്കൗണ്ടർ എന്ന് വിളിക്കാട്ടോ. അതും മേ ബി ബാങ്ക് തന്നെ ആയിരിക്കുക, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ റിസീവബിൾസ് വെച്ചിട്ട് ലോണ് തരുക ചെയ്യാം. എന്നിട്ട് കസ്റ്റമർ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നേരത്തെ ഫാക്ടർ എന്താ ചെയ്തത്? ഫാക്ടറി രണ്ട് കാര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ലോൺ തരുന്നുണ്ട്. രണ്ടാമത്തെ, നമ്മൾ റിസീവബിൾസ് കളക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഫാക്ടറി തന്നെയാണ്. ഇൻവോയ്സ് ഡിസ്കൗണ്ടർ അങ്ങനെയല്ല. ഇൻവോയ്സ് ഡിസ്കൗണ്ടർ നമുക്ക് ലോൺ തരും, എന്നിട്ട് കസ്റ്റമർ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻവോയ്സ് വെച്ചിട്ട് ജസ്റ്റ് ലോൺ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് വിളിക്കുക. ഇത് രണ്ടും റിസീവബിൾസ് വെച്ചിട്ട് ഫിനാൻസ് കടെടുക്കുന്ന പരിപാടിയാണ്. രണ്ടും ഫാക്ടറിങ്ങും ഇൻവോയ്സ് ഡിസ്കൗണ്ടും ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും രണ്ടും നമ്മൾ റിസീവബിൾസ് വെച്ചിട്ട് കടെടുക്കുന്ന പരിപാടിയാണ്. ഇത് SMEക്ക് ഭയങ്കര ഉപകാരപ്പെടും. ബോത്ത് ഓഫ് ദീസ് സോഴ്സസ് ഓഫ് ഫിനാൻസ് എഫക്റ്റീവ്ലി ലെറ്റ് എ കമ്പനി റേസ് ഫിനാൻസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ദർ ഔട്ട്സ്റ്റാൻഡിംഗ് റിസീവബിൾസ്. അത് ഓവർ ഡ്രാഫ്റ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഒന്നും SMEക്ക് എല്ലാം കിട്ടൂലടാ. ഒരു ലാർജ് ഓർഗനൈസേഷന് കിട്ടുന്ന കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ ഈ ഫാക്ടറിങ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ഒക്കെ ആയിരിക്കും അവർക്ക് രക്ഷ. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി സോഴ്സ് ആട്ടോ, ബിസിനസ് ഏഞ്ചൽ ഫിനാൻസ്, ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നൊക്കെ വിളിക്കും. ഏഞ്ചൽ ഇൻവെസ്റ്റർ. ഓക്കെ, അവര് വെറുതെ പേര് കൊടുത്തല്ല. ആക്ച്വലി അത് ഒരു SMEയുടെ പോയിന്റ് ഓഫ് വ്യൂല് അവരൊരു ഏഞ്ചലിനെ പോലെയാണ് കൺസിഡർ ചെയ്യുക. എന്താ റീസൺ എന്ന് വെച്ചാൽ വളരെ റയർ ആയിട്ട് കിട്ടും കേട്ടോ, കോമൺ ആയിട്ട് ഉണ്ടാവില്ല ഈ ഒരു സംഭവം. ഇതിന്റെ ലിമിറ്റേഷൻ തന്നെ അതാണ് ഇവിടെ കൊടുത്ത. വൺ ലിമിറ്റേഷൻ ഇസ് ദാറ്റ് ദീസ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് കോമൺ. ഈ ബിസിനസ് ഏഞ്ചൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അവര് ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പേര് കൊടുത്തത് ബിസിനസ് ഏഞ്ചൽ. അപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവരെന്താ ചെയ്യുക? അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിസിനസ് എക്യുമെൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് ബിസിനസ്സിന് ഭയങ്കരമായിട്ട് അവർക്ക് എന്തുണ്ടാവും? എക്സ്പീരിയൻസും സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബിസിനസ് ചെയ്തിട്ട്. അങ്ങനത്തെ ആൾക്കാർ തന്നെ SMEയുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ ബിസിനസ് ഏഞ്ചൽ എന്ന് വിളിക്കുക. അപ്പൊ എല്ലാ സമയത്തും കിട്ടണമെന്നില്ല. നമ്മളെ ബിസിനസ് ഐഡിയാസ് ഒക്കെ കണ്ടിട്ട് SME എന്താണ് അവരെ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് അട്രാക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കുക? ഇതേപോലത്തെ ആൾക്കാർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് ബിസിനസ് ഏഞ്ചൽ എന്ന് വിളിക്കുക. ഓക്കെ, അല്ല അത് ഇൻഡിവിജ്വൽ ആയിരിക്കുക, കമ്പനി അല്ല, ഇൻഡിവിജ്വൽ ആണ്. അവർ ബിസിനസ് ചെയ്യുന്നവരാണ്. അവർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അവരെയാണ് നമ്മൾ ബിസിനസ് ഏഞ്ചൽ എന്ന് വിളിക്കുക. അവരെ പ്രത്യേകത എന്താ? അവർ ബിസിനസ് ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പൈസ മാത്രമല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുക, അവരെ നോളജും എക്സ്പീരിയൻസും എല്ലാം നമുക്ക് ഷെയർ ചെയ്യും. അപ്പൊ അത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് SMEനെ വളർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രോഫിറ്റിന്റെ മേജർ ഷെയർ അവർ ഇക്വിറ്റിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. SMEയുടെ ഇക്വിറ്റിയിൽ വന്നിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് പ്രോഫിറ്റ് ഷെയർ നല്ല രീതിയിലുണ്ടാവും. അത് അവര് ഈ വരുന്നതന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SMEയുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് നല്ല റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇനി ഇതേ സംഭവം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ബിസിനസ് ഏഞ്ചൽ ചെയ്യുന്ന ഒരു ഐഡിയ, ഈ ഒരു ബിസിനസ് ഐഡിയ ഒരു കമ്പനി ചെയ്ത് എങ്ങനെ ഇരിക്കും? അതായത് ഒരു കമ്പനി ഇതിനു വേണ്ടിക്ക് മാത്രമായിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ ഒരു സബ്സിഡറി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞേ. ഒരു ഇൻഡിവിജ്വൽ, അയാൾക്ക് നല്ല ക്യാഷ് ഉണ്ട്, നല്ല പൈസ ഉണ്ട്, അവർ കുറെ ബിസിനസ് ചെയ്യുന്നവരാണ്, അവർക്ക് നല്ല ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അപ്പൊ SME പോലത്തെ നല്ല ഐഡിയ ഉള്ള ഒരു കമ്പനിയിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ ഇതേ സംഭവം ഒരു കമ്പനി തന്നെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതിന് നമ്മൾ അടുത്ത പേരാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഓക്കെ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ചെയ്യുന്ന കാര്യം ഓൾമോസ്റ്റ് ഇതാണ്. അവര് ഫോം ചെയ്തിരിക്കുന്ന തന്നെ ഇതേപോലെ ഹൈ റിസ്കി ആയിട്ടുള്ള ഹൈ റിട്ടേൺ കിട്ടുന്ന പ്രോജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിക്ക് മാത്രമായിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കമ്പനി SMEയിലെ ന്യൂ ഐഡിയാസ് ഒക്കെ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അവർ അങ്ങനത്തെ കമ്പനിയിൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് തീരുമാനിക്കും. ഓക്കെ, ഇതൊരു കമ്പനിയാണ്. മറ്റേ ബിസിനസ് ഏഞ്ചൽ ഇൻഡിവിജ്വൽ ആണ്, ഇത് ഒരു കമ്പനിയാണ്. ആ കമ്പനി ഫോം ചെയ്ത് ഒരുപാട് ഫണ്ട് അവരെ കയ്യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവരെ പ്രത്യേകത എന്ന് വെച്ചാൽ SME സാധാരണ റെഗുലർ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നാത്ത ബിസിനസ് ആണെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അങ്ങനെ ഫണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യൂല. ഓക്കെ, ഭയങ്കര ന്യൂ ഐഡിയ, ന്യൂ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ല ഹൈ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ മാത്രമേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതും ഭയങ്കര നമ്മൾ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള എന്തല്ല ഓപ്ഷൻസ് അല്ല ഇതൊന്നും. ഈസിലി, അതായത് ബിസിനസ് ഏഞ്ചലും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഭാഗ്യം പോലെയാണെന്ന്. എല്ലാ സമയത്തും കിട്ടണമെന്നില്ല കമ്പനിക്ക്, മനസ്സിലായോ?